കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പോരാളിക്ക് ഒട്ടും വയ്യെന്നേ. നമ്മൾ ലീവിനായി നാട്ടിൽ വന്നപ്പോൾ കാണുന്നത് പോരാളി പനിച്ചു വിറച്ച് ബെഡിൽ കിടക്കുന്ന കാഴ്ചയാണ്. പോരാളിക്ക് വയ്യെന്ന് കേട്ടപ്പോൾ തൊട്ട് എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മളങ്ങ് വോയിസ് കൊടുക്കാൻ തീരുമാനിച്ചെന്നേ. പുള്ളിക്കാരിക്ക് പനി പിടിക്കുന്നതിന് മുമ്പ് എടുത്തു വെച്ച വീഡിയോ കേട്ടോ ഇത്. ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താച്ചാ കപ്പയ്ക്ക ഹൽവ. പല നാടുകളിൽ പല പേരുള്ള കേട്ടോ. നിങ്ങളെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യം നമ്മുടെ കപ്പയ്ക്കാക്കൂട്ടിനെ മിക്സിയിലിട്ട് അതിലേക്കൊരു 3-4 ഏലക്കയും വെള്ളവും കൂടെ ചേർത്ത് അടിച്ച് പേസ്റ്റ് ആക്കി ഇതേപോലെ അടിച്ചരച്ചെടുക്കുക. ശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് കുറച്ച് കാഷ്യൂ അങ്ങോട്ടിട്ട് മൂപ്പിച്ചങ്ങോട്ട് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ ആദ്യം അടിച്ചരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പയ്ക്കാക്കൂട്ടനെന്താ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പൊട്ടിത്തെറിക്കുന്നുണ്ടേ, അങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിന്ന് ഒഴിക്കുക. പിന്നീട് കൈ എടുക്കാതെ ഇതേപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതാ ഇതേപോലെ അങ്ങോട്ട് കുറുക്കി സെറ്റാക്കി എടുക്കുക. കുറച്ച് അങ്ങോട്ട് കുറുകി വരുമ്പം അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് ആവശ്യത്തിന് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാട്ടോ. വീണ്ടും നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് ഏലക്ക പൊടിച്ചതാണേ. അത് നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടെ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പാൽപ്പൊടി കേട്ടോ. ഒരു കപ്പിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടി എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതുപോലെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കുക. എന്നിട്ടൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചതാ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. ഇനി ഒരു ഇളക്കങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫുഡ് കളർ ചേർക്കുക. ഇല്ലേലും കുഴപ്പമില്ല കേട്ടോ. പിന്നീട് കുറച്ച് അല്പം നെയ്യും കൂടെ ചേർത്ത് നന്നായി ഒന്നും കൂടെ അങ്ങോട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണേ. അത് 2 സ്പൂൺ എടുക്കുക. കട്ട കെട്ടാതെ ഇതേപോലെ അങ്ങോട്ട് വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കുക. ശേഷം അതും അങ്ങോട്ട് അരച്ച് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇതേപോലെ സെറ്റാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂവിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ടതിന് ശേഷം നമ്മളിനി ഇട്ട് കൊടുക്കുന്ന എള്ളാണേ, നല്ല വെള്ള എള്ളൂട്ടൻ. വീണ്ടും ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി ഈ ഒരു പരുവത്തിലെത്തിക്കുക. കളർ മാറി സെറ്റായി വന്നത് നിങ്ങൾ കണ്ടോ? കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ. തീ കൂട്ടി വെക്കാനും പാടില്ല, ഇത് അടുക്ക് പിടിച്ച് പോവും. നമ്മുടെ ഹലുവ സെറ്റായി വരുമ്പം നമ്മൾ അതിലൊഴിച്ച നെയ്യൊക്കെ ഉണ്ടല്ലോ, ഇതേപോലെ തെളിഞ്ഞ് സെറ്റായി വരുന്നേ. ആ നെയ്യ് തന്നെ നമ്മളിതാ ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് എടുത്തങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മളെ സെറ്റായ ഹലുവേ അങ്ങോട്ട് സെർവ് ചെയ്തെടുത്തു. എൻ്റെ പൊന്നോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സത്യം പറയാലോ, ഇതെനിക്ക് തയ്യാറാക്കി തന്നപ്പം എനിക്ക് ശരിക്കും മനസ്സിലായില്ലെന്നേ ഇത് പപ്പായ ഹലുവയായിരുന്നെന്ന്. അത്ര ടേസ്റ്റ് ആയിരുന്നേ. അപ്പം പിന്നെ നിങ്ങളും പോയി ഒരു പപ്പായ ഹലുവ അങ്ങ് തയ്യാറാക്കി നോക്കുന്നേ. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. എന്നാൽ പിന്നെ ശരി കേട്ടോ.